അത് വി ഡി സതീശനല്ല ആര് വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ തവണ അവൻ ഷാർട്ട് ഊരാൻ പറയും, മനസ്സിലായില്ല, ചാട്ടവാറുകൊണ്ട് അടിക്കും. ഒന്നാമത് ഇവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, രണ്ടാമത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമില്ല. ഇത് ഒരു സിനിമയിൽ കണ്ടാൽ നമ്മൾ വിശ്വസിക്കില്ല, പക്ഷെ അതിനേക്കാളും കഷ്ടമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുതുയുഗ പിറവിയെ അധികം ആളുകളും സന്തോഷപൂർവ്വം വരവേൽക്കുന്നതെന്ന് വെച്ചാൽ, കോഴി പറന്ന് എത്ര ഉയർത്തി പറക്കും ഇല്ലേ, അത്രയൊക്കെ UDF സർക്കാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിൻ്റെ ഈ നമ്മുടെ സർവകലാശാലകളെ ആക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സ്കൂളിങ് വളരെ നല്ലതായിട്ടാണല്ലോ പറയുന്നത്. നല്ല നല്ല സ്കൂളുകൾ ഈ പുറത്തുള്ള ഇപ്പോൾ ദുബായിലുള്ളവരാണേലും അല്ലെങ്കിൽ വേറെയുള്ളവരാണേലും ഇവിടെ ചിലപ്പോൾ സ്കൂൾ ഇവിടെ പഠിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നല്ല സ്കൂളുകളുണ്ട്, അത് പണ്ടുകൊണ്ടിരുന്നു. ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലൊക്കെ നല്ല വിദ്യാലയങ്ങളുണ്ട്. അതിൽ തന്നെ ഈ നോൺ കാത്തലിക് സ്ഥാപനങ്ങളിൽ വലിയ അടിച്ചമർത്തലില്ലാതെ വൃത്തിയിൽ പഠിപ്പിക്കുന്ന സ്ഥലം. അതിപ്പോൾ കോളേജുകളിലും ചിലതൊക്കെ കൊള്ളാവുന്നതുണ്ട്. പക്ഷേ ഒരു മീഡിയോക്കറാണ്, മീഡിയോക്രിറ്റിയാണ് ഇതിൻ്റെ ഒരു വലിയ പോരായ്മ. സെൻറ്റർ ഓഫ് എക്സലൻസ് ആകുക എന്നുള്ള ഡിഫറൻറ്റ്. കേരളത്തിൻ്റെ ഒരു ഗുണവും ദോഷവും സാക്ഷരത കൂടുതലാണ്. എല്ലാവർക്കും അക്ഷരം അറിയാം. UP-ലോ ബീഹാറിലോ ഗുജറാത്തിലെ പോലെയല്ല. പക്ഷേ എക്സെപ്ഷണലി ബ്രില്യൻ്റായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല, അവർക്ക് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 12ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുന്ന കുട്ടികളെ സംബന്ധിച്ച് ചെയ്യാവുന്നത്, നമുക്ക് അധികം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റിലോ വിട്ട് പഠിപ്പിക്കുക. ആമ്പിള്ളേരാണെങ്കിൽ കുറച്ചുകൂടി ദൂരെ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് വിട്ടുപിടിക്കും. ഇപ്പം നമുക്ക് അപ്പോൾ അവർ പിന്നെ അടുത്തായിട്ട് അവർ ഹാർവാർഡിലോ യെയിലിലോ അല്ലെങ്കിൽ പ്രിൻസ്റ്റണിലൊക്കെ പോയി പഠിക്കാം. ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയപ്പോൾ, ഞാൻ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വിദേശ സർവകലാശാലകളിൽ പോകും, അവിടെ എങ്ങനെ കാര്യങ്ങൾ നടക്കാമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ റോൾ ഓഫ് ഓണർ ഭിത്തിയിലേക്ക് എഴുതി, അതിലൊരു മലയാളി കുട്ടിയുടെ പേരുണ്ട്. എനിക്ക് വലിയ രോമാഞ്ചം. മലയാളിയാണെന്നുള്ള പേര് വായിച്ചറിയാം, മലയാളികൾക്ക് മാത്രമുള്ള ചില പേരുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, വെർജീനിയ യൂണിവേഴ്സിറ്റിയോട് വെറുതെ ഞാനിങ്ങനെ നടക്കും. ഒരു മലയാളി ഫാമിലി, അവർ കൊല്ലം ജില്ലക്കാരാണ്, മയ്യനാട്, അവിടെയാണ് കൃത്യസ്ഥലം ഞാൻ മറന്നുപോയി, ആ ഭാഗത്താണ്. അവിടെ ഉള്ളൊരു മലയാളി, അയാൾ വാഷിങ്ടണിലാണ് ജോലി ചെയ്യുന്നത്. മകൻ ആ വർഷം അവിടെ, കഴിഞ്ഞ വർഷം മെഡിസിൻ അഡ്മിഷൻ കിട്ടി വെർജീനിയ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ അവൻ്റെ ആദ്യത്തെ ഈ വൈറ്റ് കോട്ട് ഡേ ആണ്. അപ്പോൾ ഇയാളും ഭാര്യയും മകളും ഈ പയ്യൻ, അങ്ങനെ ധാരാളം ആളുകൾ പോയി പഠിക്കുന്നുണ്ട്. അവർ പഠിച്ച അവിടെ തന്നെ ഭാരതാംബയെ സേവിക്കാൻ ഇങ്ങോട്ട് വരാതെ അവർ അവിടെ തന്നെ നിൽക്കണമെന്ന് നമുക്ക് നല്ലത്, അവർക്ക് നല്ലത്, ലോകത്തിന് നല്ലത്. അത് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഭരണമുണ്ടല്ലോ, ഒരു ഗവേണൻസ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു നവോത്ഥാന രീതിയിലുള്ള ഒരു ഭരണം, നവോത്ഥാനം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുയുഗത്തിൻ്റെ രീതിയിലുള്ള അടുത്തൊരു അനുഭവം വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഇടുക്കി ജില്ലയിലുള്ള ഒരു കൃഷിക്കാരന് ഈ ആന ഇടയ്ക്കിടയ്ക്ക് വരിക, കാട്ടുപോത്ത് വരിക, കാട്ടുപന്നി വരിക, അങ്ങനത്തെ കൃഷിക്കാർ തീരപ്രദേശത്തുള്ള ചെല്ലാനം പോലെ അല്ലെങ്കിൽ വലിയ തുറയിലുള്ള മത്സ്യബന്ധനത്തിന് പോയി ജീവിക്കുന്ന ആൾക്കാർ, പിന്നെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാർ, ചെറിയ കച്ചവടം ജീവിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഈ VD സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഭരണത്തിൻ്റെ മാറ്റം ഫീൽ ചെയ്യാൻ പറ്റുമോ? അതിപ്പോൾ VD സതീശനോ പിണറായി വിജയനോ ഇതിപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറോ ജേക്കബ് തോമസ് സാറോ കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ കാട്ടാനയുടെ സെന്റോസ് പറയാൻ പോകുന്നില്ല, അതിലൊരു സംശയം വേണ്ട. മറിച്ച് സാധാരണക്കാരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ കുറച്ചൊരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തോമസ് മാഷ് ഡർബാർ ഗ്രൗണ്ട് നന്നാക്കിയ പോലെ, അല്ലെങ്കിൽ KC വേണുഗോപാൽ ആലപ്പുഴയിലെ ഈ ചട്ടിയും പായലും വാരി കളഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് കുറച്ച് ഒരു ഇമാജിനേഷൻ ഉള്ളവരായിരിക്കണം. പക്ഷേ അത് ഈ മന്ത്രിസഭയെക്കുറിച്ച് എനിക്ക് അധികം പ്രതീക്ഷയില്ലാത്ത, അമിത പ്രതീക്ഷയില്ലാത്തതിൻ്റെ ഒരു കാരണം, ഉമ്മൻചാണ്ടിക്ക് കരുണാകരനുണ്ടായിരുന്ന ചില സൗകര്യങ്ങൾ സതീശനില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ ഗ്രൂപ്പാണല്ലോ ഇതിൽ പ്രധാനം. അപ്പോൾ കോൺഗ്രസ് ഇത്തവണ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിനോട് അനുഭവമുള്ള MLA-മാരും ഇദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്ന മന്ത്രിമാരും ഈ മന്ത്രിസഭയിൽ കുറവാണ്. അതൊരു പരാതി. അതിനെ എങ്ങനെ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റും എന്നുള്ളിടത്താണ് ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് വേണം. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മറുഭാഗത്ത് ഈ മുസ്ലിം ലീഗുകാർ അവർ ഭരിക്കുന്ന വകുപ്പുകൾ ഒരു സാമ്രാജ്യമായിട്ട് മാറ്റുകയും അതിൽ വേറെ ആരും ഒരു വിധത്തിലും ഇടപെടാൻ സമ്മതിക്കാതെ അവരുടെ തന്നിഷ്ട ഭരണം നടത്തിച്ചു. അത് പലതരത്തിലുള്ള അസന്തുലിതങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ അമ്പലപ്പുഴ MLA-യുടെ ഏരിയയിലേക്ക് വേറൊരു MLA തന്നെ പ്രശ്നമായി. അതെ അതെ,
അതെ, പുള്ളിയുടെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് വേറെ ആൾ വന്നപ്പോൾ പുള്ളിക്ക് അത് അപ്പോൾ വേറൊരാളുടെ ഭരണത്തിലേക്ക് അതെ വേറെ വകുപ്പിലേക്ക്. അതെ. അപ്പോൾ ഇത് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സതീശൻ എന്തുമാത്രം അതിൻ്റെ അകത്ത് കമാൻഡ് അതാണ് ഉമ്മൻചാണ്ടിക്കാന്ന് വെച്ചാൽ ഭൂരിപക്ഷമില്ല, അതുകൊണ്ട് പുള്ളി വല്ലാതെ വിഷമിച്ചു. പുള്ളി 72 72 68 ആകെ കുടുങ്ങി പോയി. സ്പീക്കർ പിന്നെ ആംഗ്ലോ ഇന്ത്യൻ മെമ്പറെ വെച്ചപ്പോൾ 70. പക്ഷേ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ള 63 സീറ്റ് കോൺഗ്രസിന് തന്നെയുണ്ട്. 7 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട്. പിന്നെ RSP എന്ന് പറഞ്ഞ 3 അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ മുസ്ലിം പരമാവധി ലീഗ് ഇല്ലെങ്കിലും ഇവർക്ക് ഭരിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ലീഗ് ഇല്ലെങ്കിലും ഭരിക്കാവുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ശിഥിലമായതുകൊണ്ട് മാർക്സിസ്റ്റുകാർക്ക് എക്കാലവും ഭരിക്കാമെന്ന് വിചാരിക്കുന്ന പോലെയാണ്. പക്ഷേ ഇതിന് അടിസ്ഥാനപരമായിട്ട് സത്യം ലീഗാണ് UDF. കാരണം ലീഗിൻ്റെ ഒരു പച്ചയിലാണ് നിൽക്കുന്നത്. ഒരിക്കൽ ലീഗ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ലീഗ് മുന്നണി വിട്ടാൽ ഇത് ചീട്ടുകൂട്ടാനും പോലെ തകരും. ഈ നമ്പറല്ല പ്രധാനം, അതിൻ്റെ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, സിമെന്റിംഗ് ഫോഴ്സ്, മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ലീഗാണ്. ശരി, ലീഗാണ് UDF. കോൺഗ്രസ് അതിൻ്റെ ഒരു പുറമേക്ക് കാണപ്പെടുന്ന ഭാഗമാണ്. ലീഗാണ് അടിത്തറ. ഈ പി രാജീവ് പഴയ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എറണാകുളത്തു നിന്നുള്ള അദ്ദേഹം വളരെ കടുകട്ടി ഈ മാർക്സിസമൊക്കെ സൈദ്ധാന്തികം പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ കാലത്തും അതിനു മുമ്പുള്ള ഇൻഡസ്ട്രീസിൻ്റെ കാലത്തും ഒക്കെ 3.5 ലക്ഷത്തോളം സംരംഭകർ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ വലിയ ഈ പരസ്യവാചക ഇലക്ഷൻ സമയത്ത് എഴുതി വെച്ചിരുന്നല്ലോ 3.5 ലക്ഷത്തോളം. അതിനെപ്പറ്റി തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം VD സതീശൻ പറയുന്നു നമ്മൾ 10,000-ഓളം MSME ചെറിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങും എന്നാണ്. അദ്ദേഹം 10,000 പറയുന്നുള്ളൂ, ഈ ലക്ഷമൊന്നും പറയുന്നില്ല, 10,000 തുടങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആകും, നമുക്ക് കൂടുതൽ ഇൻകം കിട്ടും, ഖജനാവ് നിറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പി രാജീവ് ഭരിച്ച ഒരവസ്ഥ, അതുകൊണ്ട് കേരളത്തിൽ എന്ത് വന്നു. പിന്നെ സാറ് അധികം പറഞ്ഞ് വിഷമിക്കണ്ട. ഞാൻ വേറൊരു അനലോജി പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഈ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ, നവംബർ 14 ശിശുദിനം, നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ ശാന്തിവനത്തിൽ 316 റോസ ചെടികൾ നട്ടു. പിറ്റേ ദിവസം പേപ്പറിൽ 600 റോസ. അപ്പോൾ എൻ്റെ സങ്കല്പത്തിൽ ശാന്തിവനം എങ്ങനെ ഇരുന്നതെന്ന് അറിയുമോ? നിറയെ റോസച്ചെടികൾ ഇങ്ങനെ വളർന്ന് അത് നിറയെ പുഷ്പിച്ച് ചുവപ്പ്, മഞ്ഞ, പിങ്ക്, വയലറ്റൊക്കെ നിറത്തിലുള്ള റോസപ്പൂക്കൾ നിറഞ്ഞൊരു വലിയ ഉദ്യാനമാണ്. ഡൽഹിയിൽ പോയി ഞാൻ ആദ്യമായിട്ട് ഡൽഹി പോകുമ്പോൾ തന്നെ രാജ്ഘട്ടും അതിൻ്റെ അപ്പുറത്തെ ശാന്തിവനവുമാണ് കാണുന്നത്. രാജ്ഘട്ട് കണ്ടപ്പോൾ എനിക്ക് വലിയ ഗാംഭീര്യമൊക്കെ തോന്നി, ഗംഭീരമായിട്ട് നന്നായിട്ട് മഹാത്മജിക്ക് പറ്റിയൊരു സ്ഥലം. അപ്പുറത്ത് ചെന്ന് ശാന്തിവനത്തിൽ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ചില പുഴുകുത്തിയ റോസച്ചെടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഈ ഓരോ കൊല്ലവും നട്ട റോസച്ചെടികൾ എവിടെ പോയി? എല്ലാ കൊല്ലവും റോസച്ചെടികൾ നടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പശു തിന്നോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ ഉണങ്ങിയോ പോകും. നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന റോസച്ചെടികൾ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വ്യവസായം 10,000 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങും. സ്റ്റാർട്ടപ്പ് തുടങ്ങി പിന്നെ അത് കൂട്ടുവെച്ച് അത് നിന്നാലല്ലേ. ഇപ്പം പിണറായി രാജീവിൻ്റെ കാലത്ത് തുടങ്ങിയ വ്യവസായങ്ങളും അതിന് മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് തുടങ്ങിയതും EP ജയരാജൻ്റെ സമയത്ത് തുടങ്ങിയതുമായ വ്യവസായങ്ങളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗുജറാത്തിലും ഇല്ലേ, അല്ലെങ്കിൽ പിറ്റ്സ്ബർഗിൽ പോയി കാണുന്ന പോലത്തെ അതിഭയങ്കരമായ ഈ മിഷിഗൺ എന്നൊക്കെ പറഞ്ഞ ചില അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളുണ്ട് വ്യവസായവൽകൃതമായ സംസ്ഥാനം. അവിടെയുള്ളതിനേക്കാൾ കൂടുതൽ വ്യവസായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് കൊല്ലം പൂട്ടിപ്പോയ സ്ഥലത്താണ് പിന്നെ അടുത്ത കൊല്ലം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ശാന്തിവനത്തിലെ റോസച്ചെടി പോലെയാണ് നമ്മുടെ നാട്ടിലെ ഒരു വ്യവസായവൽക്കരണം. തലക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു വ്യവസായി ഇവിടെ വന്ന് വ്യവസായം തുടങ്ങും. അതിനൊരു മാറ്റം ഉണ്ടാവില്ലേ? ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ സതീശനെ കൊണ്ട് സതീശനല്ല, പെരിക്ലിസ് എന്ന് പറഞ്ഞ പെരിക്ലിസിനെ കൊടുത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ പിണറായി വിജയൻ 10 വർഷം വിജയകരമായി മുഖ്യമന്ത്രി ആയ ശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു റോളിലേക്ക് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ് മുഖ്യമന്ത്രി. ആ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 100 സീറ്റ് നേടി ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞു. കോൺഗ്രസിനെ വലിയൊരു കൊണ്ടുപോയി.
അപ്പോൾ അത് ഏകദേശം 40-ന്റെ അടുത്ത് സീറ്റുള്ള സമയത്താണ് അദ്ദേഹം ഈ പറയുന്നത്. ഇപ്പോൾ 35 സീറ്റ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഒരു നേതൃത്വത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള റോളിൽ LDFനെ വീണ്ടും ആ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ അതിന് നടക്കുമോ ഇനി? അല്ല, അത് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. പിണറായി വിജയൻ ഇനി 5 കൊല്ലം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കും അദ്ദേഹം ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല. അതല്ല ഇവിടുത്തെ വിഷയം. 5 കൊല്ലം കഴിഞ്ഞ് LDF തിരിച്ചു വരുന്നുള്ളതിൽ ആരും സംശയം വേണ്ട. കാരണം ഈ ഭരണത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ അന്ത്യം കുറിക്കാനുള്ള വിത്തുകൾ നടുവല്ലോ. മാത്രമല്ല 3-4 കൊല്ലം കോൺഗ്രസ്സുകാരും ഭരിക്കുമ്പോഴേക്കും നാട്ടുകാരൊക്കെ പറയാൻ നോക്കും, പിണറായി വിജയൻ എന്തിന് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഭരണം എന്തൊക്കെ മേന്മയുള്ളതാണ്. കാര്യം പുള്ളിക്ക് ഇത്തിരി മുൻഷൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും എത്ര നല്ല ആളായിരുന്നു പറയാൻ തുടങ്ങും. അതാണ് ഇവരുടെ ഒരു ഗുണം. ഈ LDFനെ ജയിപ്പിക്കുന്നത് ശരിക്കും LDFകാരല്ല, UDFകാർ. കാരണം UDFൻ്റെ ഭരണത്തിൻ്റെ ഒരു ഗുണവധികാരം കൊണ്ട് മറ്റൊരു ജയിക്കുക, നെഗറ്റീവ് വോട്ടിങ്. അപ്പോൾ ഈ BJPക്ക് ഒരു റോൾ ഉണ്ടാവും. BJPയുടെ അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. BJP ശക്തിപ്പെടാനുള്ള സാധ്യത. കാരണം ഇവർ 5 കൊല്ലം മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണം ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാമ്രാജ്യം അവിടെ സൃഷ്ടിക്കപ്പെടും, ഒരു സുൽത്താനേറ്റ് ഓഫ് കുഞ്ഞാലി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ഭൂരിപക്ഷ സമുദായക്കാരും ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷമൊക്കെ എതിരാവും. ഈ കേരളത്തിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു 2 വയസ്സുള്ള കുട്ടിയെ 91 പരിക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ പിണറായി നമ്മുടെ ഒരു അട്ടപ്പാടിയിലെ മധുവിനെ ഇങ്ങനെ 1 കിലോ അരി മോഷ്ടിച്ചതിനിങ്ങനെ അടിച്ചു കൊല്ലുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള അതുപോലെ ഈ പാലക്കാട് 9 വയസ്സും 11 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ തൂങ്ങിച്ചാകുന്നു ഇങ്ങനെ വാളയാർ. അതെ. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതൊരു വലിയൊരു നമുക്ക് നാണക്കേടുണ്ടാകുന്ന സമൂഹത്തിന് തന്നെ ഒരു വലിയൊരു ഇങ്ങനെയാണോ കേരള സമൂഹം എന്ന് തോന്നുന്ന ഒരു കാര്യമാണല്ലോ. അതിലൊരു മാറ്റം വരുത്താൻ അതിന് ശരിക്കുള്ള പ്രശ്നം അതിന് രാഷ്ട്രീയമല്ലത്. പിണറായി വിജയൻ ഭരിക്കുന്നു, ഉമ്മൻചാണ്ടി ഭരിക്കുന്നു, ഇനി സതീശൻ ഭരിക്കാൻ പോകുന്നു എന്നുള്ളതല്ല. അതിൽ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് വളരെ ഭീകരമാണ്. ഞാൻ ഈ വാർത്തകൾ വായിക്കാറില്ല, അതുമായി ബന്ധപ്പെട്ട TV-യിൽ വന്ന ന്യൂസും ഞാൻ കാണാറില്ല, തള്ളിക്കളയില്ല, പരിപൂർണമായിട്ടും ഒഴിവാക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. നമ്മൾ നവോത്ഥാനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ നരബലി നടന്നില്ലേ? നരബലി നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ചട്ടമ്പി സ്വാമികളും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവും അതിനു മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാരും ഗുണ്ടർട്ട് സാഹിബും ബെയിലിയും ഒക്കെ ചെയ്തതിനൊക്കെ വിപരീതമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സമസ്യയിലേക്ക് പോകുന്നു വെച്ചാൽ അതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളുണ്ട്. സത്യത്തിൽ ഇത് ശരിക്കുള്ള പ്രശ്നം ഈ മദ്യത്തിൻ്റെ ഉപയോഗം കൂടുന്നു. ശ്രദ്ധിച്ചല്ലേ? മയക്കുമരുന്ന് സാർവത്രികമാകുന്നു. മദ്യം പോട്ടെ, ഇപ്പോൾ മദ്യമൊക്കെ നമുക്ക് നിസ്സാരേ. പിള്ളേർ കള്ളുകുടിച്ചാലും കുഴപ്പമില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കാതിരുന്നാൽ മതി എന്നാണ് രക്ഷാകർത്താക്കൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മയക്കുമരുന്ന് സാർവത്രികമാകും. വിവാഹമോചനങ്ങൾ വർദ്ധിക്കും, വല്ലാതെ വർദ്ധിക്കും. അതും 1 കൊല്ലത്തിനകത്ത് നടക്കുന്ന വിവാഹമോചനങ്ങളാണ് കൂടുതൽ. അല്ലെങ്കിൽ 3 കൊല്ലത്തിനകത്ത് കല്യാണം കഴിഞ്ഞ് 3. ഇതെങ്ങനെ സംഭവിക്കുന്നു? ആത്മഹത്യകൾ വർദ്ധിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതുപോലെ കഠോര കൃത്യങ്ങൾ നടക്കും, ഇല്ല, ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ നടക്കും. ഇതിനൊക്കെ അടിസ്ഥാന തത്വത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം വളരെ രോഗഗ്രസ്തമാണ്. അതാണ് ശരിക്കുള്ള പ്രശ്നം. സമൂഹം രോഗഗ്രസ്തമാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം മനുഷ്യൻ ഒറ്റപ്പെടും. മനുഷ്യർക്ക് തമ്മിൽ സ്നേഹമില്ല. മനുഷ്യത്വ ആർദ്രത എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇപ്പം ഇല്ലാതെ മനുഷ്യരുടെ മനസ്സുകൾ വറ്റി വരണ്ടുപോയി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. പിന്നെ അത് രാഷ്ട്രീയവും കാണികളുടെ നേരം. പക്ഷേ വി ഡി സതീശൻ പറയുന്നത് കേരളത്തിൽ സുസ്ഥിര വികസനം ഞാൻ കൊണ്ടുവരും. സുസ്ഥിര വികസനത്തിൽ സാമൂഹ്യ വികസനം അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. പാരിസ്ഥിതി അതുപോലെ സാമ്പത്തികം, ഈ മൂന്നിൻ്റെ ഒരു വളർച്ചയാണ്. അപ്പോൾ ഈ സാമൂഹ്യമായിട്ടുള്ള ഈ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ പറഞ്ഞ 2 വയസ്സായ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കുക, ഈ പറഞ്ഞ മറ്റ് വളരെ വളരെ ഈ ലഹരി ഇങ്ങനെ ലഹരി കൊണ്ടോ അല്ലാതെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യമായ ഒരു വളർച്ച വികസനം ഇല്ലാതെ നമുക്ക് സുസ്ഥിര വികസനം ഉണ്ടാവില്ല. അപ്പം വി ഡി സതീശൻ പറയുന്ന ഈ പുതുയുഗത്തിൽ, അദ്ദേഹത്തിന്റെ പുതുയുഗത്തിൽ സുസ്ഥിര വികസനം വരുമെന്ന് പറയുന്നു. അപ്പം വരുമോ? സുസ്ഥിര വികസനം സാമൂഹ്യ വികസനം വരണം. സാമൂഹ്യ മാറ്റം എന്നാണ്. സാമൂഹ്യ മാറ്റമല്ല, ഇപ്പോഴത്തെ മാറ്റത്തിൽ നിന്ന് തിരിച്ചു പോകാനാണ് വേണ്ടത്. അതെ. ഇപ്പോൾ ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികൾക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ആ സമയത്ത് പറയാൻ പൊതുവായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്.
അത് സതീശൻ്റെ ലുക്കൗട്ടിൽപ്പെട്ട കാര്യമല്ല, പക്ഷേ അതും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സത്യം. ഓരോ മനുഷ്യരും ഓരോ ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് മാറും. അത് ഒരു വലിയ ഘടകമാണ്. പക്ഷേ അതിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകുന്നത്. പക്ഷെ തുരുത്താകാതിരിക്കാണല്ലോ നമ്മളുടെ സമൂഹത്തിൽ കുറേ ഉത്സവങ്ങൾ, ഈ നമ്മുടെ പിൽഗ്രിമേജ് ആയിട്ട് ഒരുമിച്ച് കൂട്ടമായിട്ടൊക്കെ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ പോകുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതിപ്പോഴും വളരെ ഈ ഭക്തിയും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോക്കലും ഒക്കെ നമുക്ക് ഭയങ്കര കൂടി വരികയല്ലേ? അത് കൂടുതലായി വരികയാണ്. കൂടുതലായി വെച്ചാൽ അത് ഇത് തന്നെയാണ് ഇതേ പ്രശ്നം തന്നെ അവിടെ ഉള്ളത്. കാരണം മനുഷ്യർക്ക് വിശ്വാസമില്ലേ. പിന്നെ അതുകൊണ്ട് ശരിക്കുള്ള ദൈവവിശ്വാസം അല്ലത്, ഇതൊരു തരം പ്രകടനപരതയാണ്. യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഗുരുവായൂർക്ക് പോകുന്നു, എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർക്ക് പോകുന്നു എന്നത് അവർ ഭക്തി കൊണ്ടൊന്നും പോകുന്നതല്ല. ഗുരുവായൂർക്ക് പോകുന്നതുകൊണ്ട് ശീലമായതുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവായൂർക്ക് പോയാൽ എന്തുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആളുകൾക്ക് ജോലി ചെയ്യാതെ പണം ഉണ്ടാക്കാനും അതിനൊക്കെ ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണം. അങ്ങനെ ഇതാണ് പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ ഭക്തിയല്ല കൂടുതൽ. പിന്നെ ഒരു തരത്തിലുള്ള ഈ ആത്മീയമായ ഒറ്റപ്പെടലുണ്ട്. അപ്പോഴും ദൈവവിശ്വാസം പറഞ്ഞു. അത് നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയാൽ വ്യത്യാസം മനസ്സിലാവും. യൂറോപ്പിലെ ആളുകൾക്ക് ദൈവവിശ്വാസം വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ആളുകളുടെ ജീവിതം സാമാന്യം കുഴപ്പമില്ല, സന്തോഷകരമായിട്ടാണ്, സംതൃപ്തിയുണ്ട്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ അമിതമായ പ്രതീക്ഷകളോ വലിയ നിരാശയുമില്ല. അവർക്കറിയാം ഈ മനുഷ്യ ജീവിതത്തിലേക്ക് ഏതാണ്ട് ഇത്ര വയസ്സ് വരെ മനുഷ്യൻ ജീവിക്കും, അതിനിടയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കല്യാണം കഴിക്കുമ്പോൾ അവർക്കറിയാം ഇത് ശാശ്വതമായിട്ട് മരിക്കണ വരെയുള്ള ബന്ധമൊന്നുമല്ല, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊളിയും, അതിപ്പോൾ വേറൊരു കഴിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ആളുകൾ പിന്നെ മക്കളെക്കുറിച്ചും അങ്ങനെ ആകാംക്ഷ ഉണ്ടാവില്ല. എൻ്റെ മകൻ പഠിച്ച എഞ്ചിനീയറായിട്ട് പിന്നെ വയസ്സുകാലത്ത് എന്നെ നോക്കും, ഇങ്ങനെയുള്ള പഠിച്ച അവരുള്ള എന്ന രീതിയിൽ. അപ്പോൾ ആളുകൾക്ക് പിന്നെ സർക്കാരുണ്ട്, നമുക്ക് വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ നമ്മളെ സർക്കാരുണ്ട്, മറ്റേ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളുടെ ഒരു സമ്പത്തും ആളുകളുടെ സംതൃപ്തിയുമാണ് അവിടെ ജനങ്ങളുടെ സംതൃപ്തി. അപ്പോൾ ദൈവവിശ്വാസം കുറയും. പള്ളികളൊക്കെ ആളുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് വലിയ പള്ളികളൊക്കെ പോയി കാണും, അത്രേ ഉള്ളൂ. അമേരിക്കയിൽ ഇങ്ങനെയല്ല. അമേരിക്കയിൽ മെറ്റീരിയൽ വെൽത്ത് വളരെ കൂടുതലാണ്, പക്ഷെ ആളുകൾക്ക് സന്തോഷമില്ല. ഇതാണ് വ്യത്യാസം. മറ്റിടത്ത് ജനങ്ങൾ സംതൃപ്തരാണ്, സന്തോഷത്തിലാണ്, അവർക്കറിയാം ഇത്തരങ്ങളുണ്ട്. അമേരിക്കയിലെ ജനങ്ങൾക്ക് ഈ പറഞ്ഞതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൽ ഗണ്യമായ വിഭാഗം ആളുകൾ പള്ളി പോകുന്നവരാണ്, ഭയങ്കര വിശ്വാസികളാണ്. അത് നമ്മളെ ഈ കത്തോലിക്ക അല്ലെങ്കിൽ ഓർത്തഡോക്സ് യാക്കോബായ പോലത്തെ പള്ളികളല്ല. ഈ അമിത ദൈവവിശ്വാസമുണ്ട്, ദൈവത്തെ ഒച്ചയെടുത്ത് പേടിപ്പിച്ച്. ഞാനിപ്പോൾ ഡിനോമിനേഷൻ ഒന്നും പറയുന്നില്ല, സാറിന് മനസ്സിലായി. ആ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളാണ് കൂടുതൽ. അതെങ്ങനെ ഉണ്ടാവും വെച്ചാൽ കാരണം ഇതാണ്, ഇവൻ ആത്മീയമായിട്ട് വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ജീവിതത്തിൽ യാതൊരു സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ പിന്നെ ദൈവത്തിനെ കയറി സ്നേഹിച്ചാൽ എന്ന് ചോദിച്ചാൽ അവിടെ കയറി സ്നേഹിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. അതെ, അല്ല പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാതെ നമുക്കിങ്ങനെ ഒരു സംതൃപ്തമായ സമൂഹം അത് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഇവിടെ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്ന ഈ പുതുയുഗം എന്ന് പറയുന്നത് വരണ്ടേ? വി ഡി സതീശനല്ല ആര് വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, നമ്മുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും എന്ന് ഓരോരുത്തരും. അതിന് ആളുകൾ എന്താണ് പ്രശ്നം ഐഡന്റിഫൈ ചെയ്യണം, ഇല്ലേ? നമുക്ക് എന്താണ് രോഗമെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് കറിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ഇത് മാറണം എന്ന് ആഗ്രഹിക്കണം. എന്നിട്ട് അതിന് വേണ്ട മരുന്ന് കഴിക്കണം, എന്നാലും മാറും. അതിനിപ്പോൾ സതീശനോ പിണറായി വിജയനോ രാജീവ് ചന്ദ്രശേഖരോ ഇനി ആര് വിചാരിച്ചാലും പറ്റില്ല. ഈ നമ്മളുടെ റോഡുകളിൽ ഇപ്പോൾ എറണാകുളം നഗരം, തിരുവനന്തപുരം നഗരം, ഇവിടെയൊക്കെ നമ്മൾ ഒരു വണ്ടിയുമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ദേഷ്യം പിടിക്കാതെ ഒരു സന്തോഷത്തോടുകൂടി ഡ്രൈവ് ചെയ്യാൻ ഏതെങ്കിലും കാലത്ത് പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ ആരെങ്കിലും ഒരാൾ റോഡ് ക്രോസ് ചെയ്യുകയാണ്, അയാൾ ക്രോസ് ചെയ്തോട്ടെ, അയാൾക്കാണ് മുൻഗണന എന്ന നിയമമൊക്കെ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ അതൊക്കെയാണ് വികസനത്തിൻ്റെ ചില അളവുകോലുകളാണ്. അപ്പം ഒരു പെഡസ്ട്രിയന് മുൻഗണന കൊടുക്കുക, റോഡിൽ നിയമങ്ങളൊക്കെ പാലിക്കുക. നമ്മൾ നിയമവാഴ്ച നടപ്പാക്കും, അല്ലെങ്കിൽ നിയമം അതുപോലെ നടപ്പാക്കുന്ന സത്യപ്രതിജ്ഞയിലൊക്കെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ നിയമം നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു സ്ഥലമാണ് ഈ റോഡ്. നമ്മൾ നമ്മളെ പെഡസ്ട്രിയനായിട്ട് പോവുകയാണെങ്കിലും അല്ല വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിലും ബൈക്കിൽ പോകുന്നവരാണേലും ഒക്കെ ഈ നിയമം വാഴ്ച എന്ന് പറയുന്നത് അത് ആവശ്യമില്ല എന്നുള്ളൊരു സമൂഹം. അതിൻ്റെ കാരണം മനുഷ്യർക്ക് സിവിക് സെൻസ് ഇല്ലാന്നുള്ളത്, പൗരബോധമില്ല. അതുകൊണ്ടാണ്
നമ്മളൊരു റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പഴത്തിൻ്റെ ഇടയ്ക്ക് പഴത്തിൻ്റെ തൊലി നമ്മൾ റോഡിൽ കയറി നേരെ പറഞ്ഞ് ഒരു സായിപ്പാണ് ഈ പറഞ്ഞ പോലെ പോണെങ്കിൽ അയാളത് അടുത്തുള്ള ഈ ഇതിലുള്ള ബിന്നുണ്ട് അതിനകത്ത് ഇടും. പക്ഷെ അത് വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമല്ലേ? വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമില്ല, പൗരബോധം ഇല്ലാത്തതാണ്. അല്ല, അത് സ്കൂളിൽ ഇങ്ങനെ റോഡിൽ ഇത് തൊലിയിടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ പഠിപ്പിക്കുകയല്ല, പിള്ളേർ അത് കണ്ട് ഓർത്തിരിക്കുകയും ചെയ്യണം. ഇത് രണ്ട് രീതിയാണ്. ഒന്നുകിൽ നമ്മൾ വിയന്നയിലോ അല്ലെങ്കിൽ ബെർലിനിലൊക്കെ റോഡിൽ കൂടെ എടുക്കണേ നമുക്ക് റോഡിലിടാൻ തോന്നില്ല, അവിടുത്തെ ആളുകൾ ആ രീതിയിലാകും. നേരെ പറഞ്ഞ് സിംഗപ്പൂരിലാണെങ്കിലും നമുക്ക് തോന്നില്ല. അതിൻ്റെ കാരണം വേറെയാണ്. റോഡിലിട്ട് അപ്പം തന്നെ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ അപ്പം തന്നെ ഫൈനിടും. ഒരു തവണ ഫൈൻ, രണ്ടാമത്തെ തവണ അവൻ ഷർട്ട് ഊരാൻ പറയും. മനസ്സിലായി? ചാട്ടവാറ കൊണ്ട് അടിക്കും. അപ്പോൾ ആളുകൾക്ക് ഓർമ്മയുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ പഴം തിന്ന് തൊലി ഷർട്ടിൻ്റെ പോക്കറ്റിലിടും. കാരണം വെച്ചാൽ പുറം നമ്മൾ ഓർമ്മിപ്പിക്കും. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. മനുഷ്യൻ നന്നാക്കാൻ രണ്ട് മാർഗമുള്ളൂ. നമ്മുടെ ആലപ്പുഴയിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയ പോലുള്ള അടി. അതെ അതെ അതെ, അത് പോലീസിന്റെ അതിക്രമമാണ്. അങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുള്ള തോന്നലില്ല. ഇപ്പം ഈ രണ്ട് മാർഗങ്ങളുള്ളൂ. ഇപ്പോൾ ഒന്നുകിൽ സിംഗപ്പൂർ വഴിക്ക് പോകണം, അല്ലെങ്കിൽ ബെർലിനിലോ വിയന്നയിലൊക്കെ പോയി ആളുകൾ ചെയ്യുന്ന പോലെ കണ്ടു പഠിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു കാര്യം നമ്മുടെ പിണറായി വിജയനും പുള്ളിയുടെ മറ്റ് മന്ത്രിമാരും ഒക്കെ ഈ പറഞ്ഞ വിയറ്റ്നാം, യൂറോപ്പിലൊക്കെ പല പ്രാവശ്യം പോവുകയും കാണുകയും പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈവൻ അവിടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്തോ സ്വീഡനിലോ അവിടെ പോയെന്ന് തോന്നുന്നു, അവിടെ പോയി ഫിൻലാൻഡിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കാറില്ല? അല്ല, അവര് അവിടെ പോയി ഇതൊക്കെ ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പോരുക, അല്ലാണ്ട് യഥാർത്ഥത്തിൽ പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. അവർ പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. കപ്പാസിറ്റി ഒന്നാമത് ഇവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, രണ്ടാമത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമില്ല. ഇവിടുത്തെ സിസ്റ്റം അവിടുത്തെ സിസ്റ്റം തമ്മിൽ എന്താ വ്യത്യാസം അവർക്ക് മനസ്സിലാവില്ല. പിന്നെ കുറേ ഉദ്യോഗസ്ഥന്മാരുള്ള ഇവരൊക്കെ കൊണ്ടുവരിക, അത് ഇതൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ട് കാണിക്കും. ഇതാണെന്ന് വിചാരിക്കും. അവരിവിടെ വരുമ്പോഴത്തേക്ക് അത് മറന്നു. അതിൻ്റെ മേന്മ എന്താണെന്നോ ഇവിടെ അത് ഏതെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നോ അറിയില്ല. ഇപ്പോൾ ഈ ഫിന്നിഷ് മാതൃക വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഫിൻലൻഡിലുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ്. അയാളുടെ ഭാര്യയുടെ സ്ഥലം ആലുവ. പുള്ളി ഒരിക്കലും ഞാൻ അതായത് പുള്ളി ഒരു ഫിൻലൻഡിലെ വിദ്യാഭ്യാസം വേറെ ഒരു സ്ഥലത്തെ പോലെയല്ല. ഇവിടെ നമ്മൾ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ മക്കൾ ഏത് വിഷയം പഠിക്കണം. അപ്പോൾ അവിടെ എത്ര റിക്വയർമെൻ്റ് ഉണ്ട് ആ പർട്ടിക്കുലർ സ്ഥലത്ത് എന്ന് അവർ ആദ്യം തീരുമാനിക്കും. എന്നിട്ട് വിദ്യാർത്ഥികളുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കും. ഇവർ സയൻസ് പഠിക്കാനുള്ളൂ, കണക്ക് പഠിക്കാനുള്ള താല്പര്യം, അതോ കൈത്തൊഴിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ കൈത്തൊഴിലുകാർ ഇത്ര പേരെ ആവശ്യം, അപ്പോൾ അത്രയും പേര് അത് പഠിപ്പിക്കാൻ പറ്റും. ഇംഗ്ലീഷ് അറിയേണ്ട ആളുകൾ ഇത്ര പേരാണ്, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് ഇംഗ്ലീഷ്. അങ്ങനെ ഓരോ ലെവലെ ഗ്രേഡ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ട കുട്ടികളെ ഇവർ തീരുമാനിക്കും. അതിനുള്ള കംപ്ലീറ്റ് പൈസയും ഇവർ നമ്മുടെ ഇത് ടാക്സായിട്ട് മേടിക്കും. അപ്പോൾ ഏതാണ്ട് 55% ഇദ്ദേഹത്തിൻ്റെ ഈ ഭാര്യയുടെ വരുമാനത്തിൻ്റെ ടാക്സായിട്ട് പോകുന്നുണ്ട്. പുള്ളി പറഞ്ഞാൽ അതിൽ നഷ്ടമൊന്നുമില്ല, കാരണം നമ്മൾ ആ രീതിയിൽ മുനിസിപ്പാലിറ്റി കെയർ ചെയ്യുന്നു. ഇതാണ് ഫിന്നിഷ് മാതൃക. എന്നിട്ട് പുള്ളി അതിൻ്റെ ദോഷങ്ങൾ പറയും, ഇന്ത്യയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വരാവുന്നത്. പക്ഷെ ഫിൻലൻഡിൻ്റെ രീതി ഇതാണ്. ഇത് പഠിക്കാനാണ് ശിവൻകുട്ടി പോയത്. ശിവൻകുട്ടി എന്ത് പഠിച്ചു എന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഈ ഫിന്നിഷ് മാതൃക എന്താണെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച് പുള്ളി പറഞ്ഞു തന്നതാണ്. അതൊക്കെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വയോജന വകുപ്പ് തുടങ്ങും എന്നുള്ളൊരു പ്രഖ്യാപനമുണ്ട്. തീർച്ചയായിട്ടും ഒരു ജപ്പാനെ പോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ പ്രായമായവർ കൂടുതൽ കാലം ജീവിക്കുന്നത് പ്രായമായവരുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നത്. അതെ, കേരളത്തിൽ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ട്, വേറെ ഇടത്ത് ഇങ്ങനെ ഒരു വകുപ്പില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വകുപ്പ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ശിശു ക്ഷേമ ഒരു കമ്മീഷനുണ്ട്, യൂത്തിന് വേറൊരു കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷൻ, അതുപോലെ വനിതകൾക്ക് വേറെ വനിതാ കമ്മീഷനുണ്ട്. അങ്ങനെ കമ്മീഷനുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഇനി ഇതിനും ഒരു, അതായത് വയോജന കമ്മീഷൻ, അതിന് കുറേ ചെയർമാന്, മെമ്പർമാർ, അതിന് പിന്നെ ട്രിബ്യൂണൽ, അതിന് ബഡ്ജറ്റ്, അതിന് മന്ത്രി, ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കത്തേ ഉള്ളൂ. കാരണം ശിശുക്കൾ ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടിക്ക് ഇവിടെ സുരക്ഷയില്ല. അല്ല, അത് ഇത് അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ് ഈ പറഞ്ഞത്. വയോജന വകുപ്പ് അല്ലെങ്കിൽ വയോജന ക്ഷേമ കോർപ്പറേഷൻ. അപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ട്. പ്രായമായ മാതാപിതാക്കളെ മക്കൾ പരിപാലിച്ചില്ലെങ്കിൽ അവരുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടിയെടുക്കാനും ശിക്ഷിക്കാനൊക്കെ വകുപ്പുണ്ട്. എൻ്റെ ഒരു കക്ഷി എൻ്റെ മുഴുവൻ സ്വത്തുക്കളും ഭാര്യയും മകനും കൂടി കൈക്കലാക്കി. എന്നിട്ട് ഇയാളെ പൂർണ്ണമായിട്ടും പുറത്താക്കി.
ഇയാൾക്ക് വേറെ വലിയ ഡിമാൻഡൊന്നുമില്ല. പുള്ളിയുടെ 2 കണ്ണിൻ്റെ കാഴ്ച അതിവേഗത്തിൽ കുറഞ്ഞു വീണു. പ്രമേഹമാണ്. അയാൾ കണ്ണിൻ്റെ സർജറി നടത്തുമ്പോൾ മകൻ ഒരു ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കണം. ഇത്ര ആവശ്യം. അതിനുവേണ്ടി RDOക്ക് പറ്റിച്ചു കൊടുത്ത് RDO ഓർഡർ ഇയാളുടെ സർജറി നടക്കും. അവനതനുസരിക്കില്ല. എന്നിട്ട് ഈ മകൻ ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തതിന് സ്റ്റേ മേടിച്ചു. എങ്ങനെയുണ്ട്? അപ്പം ഇത് ഒരു സിനിമയിൽ കണ്ടാൽ നമ്മൾ വിശ്വസിക്കില്ല. പക്ഷെ അതിനേക്കാളും കഷ്ടമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഇപ്പം ഈ 2 വയസ്സുള്ള കുട്ടിയെ 5 കൊല്ലത്തേക്കാളും ഭീകരമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ അത്ര വയസ്സരുമല്ല, എന്നെക്കാളും പ്രായം കുറവാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. വളരെ പരിതാപകരമായ രീതിയിൽ ജീവിക്കുന്ന വയോധികനാകാൻ പോകുന്നവരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഇത് ശരിക്കും ഒരു തരത്തിൽ റിട്രസ് ചെയ്യപ്പെടുന്നില്ല. ഇതാണ് പ്രശ്നം. പക്ഷേ ഈ 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമൊന്നും ആവില്ല. അവർക്ക് പലപ്പോഴും വേണ്ടത് അവരോട് ആരും സംസാരിക്കാൻ ആളുകളും പറഞ്ഞ ലോൺലിനെസ്സിൻ്റെ വിഷയവും ഹെൽത്ത് കെയറിൻ്റെ വിഷയങ്ങൾ. അപ്പം മറ്റ് വകുപ്പുകൾ പോലെ ഈ പറഞ്ഞ ശിശു യുവ ജനകാര്യം വനിതാ ക്ഷേമം എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു അങ്ങനെ ആകാതെ ഇത് ആകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും ഒരു തുടക്കം എന്ന രീതിയിൽ നല്ലൊരു കാര്യമാണ്. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുതുയുഗ പിറവിയെ അധികം ആളുകളും സന്തോഷപൂർവ്വം വരവേൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ മന്ത്രിമാരായിട്ടുള്ള ഇന്ത്യൻ്റെ ആൾക്കാരൊക്കെയാണ്. ഇവരെ കൊണ്ടൊക്കെ എത്ര പോക്കിയാലും ഇത്ര പോകുള്ളൂ. ഒരു കോഴി പറന്ന് എത്ര ഉയർത്തി പറക്കും ഇല്ലേ? അത്രയൊക്കെ UDF സർക്കാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. LDF സർക്കാർ കഴിച്ചിട്ട് ഇവിടെ ഒന്നും നടന്നില്ല. പിന്നീട് UDF അതിനേക്കാളും കുറച്ച് പെർഫോമൻസ് ഉണ്ടാവും, സത്യസന്ധമായിട്ട് പറയുന്നത്. പക്ഷെ ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ 10 കൊല്ലത്തെ ദുർഭരണം കഴിച്ച് ഒരു ഫ്രഷ് എയർ വന്നല്ലോ, അതിൻ്റെ ഒരു സന്തോഷമാണ്, ഒരു പുതിയൊരു ഉണർവ്. നമ്മൾ കാലത്തെ എഴുന്നേറ്റ് മുഖം കഴുകി നിൽക്കുമ്പോൾ ഒരു കാറ്റടിച്ചാൽ ഒരു സുഖമുണ്ടാവില്ലേ? അതുപോലത്തെ ഒരു സുഖമാണ്. വേറെ കാലത്തേക്ക് പ്രത്യേകിച്ചും ഒരു കൂടുതൽ സുഖമുണ്ട്. വെള്ളം മുഖത്ത് കഴുകി കളയരുത്, അല്ല തുടക്കരുത്. മുഖത്ത് വെള്ളം ഇരിക്കുമ്പോൾ തന്നെ കാറ്റടിക്കുമ്പോൾ ഒരു സുഖം. അതാണ് ഇപ്പോൾ ആളുകൾ അനുഭവിക്കാറില്ല. അതിനേക്കാൾ വലിയ അത്ഭുതമൊന്നും സതീശനെ കൊണ്ടോ അദ്ദേഹത്തിന്റെ കൂടുതലുള്ള മന്ത്രിമാരെ നമ്മൾ പ്രതീക്ഷിക്കണ്ട. അതൊക്കെ ആക്രാന്തമാണ്, അത്ര ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു പുതിയൊരു ഒരു ചെറിയ തണുത്ത ഒരു കാറ്റായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി, പുതിയ കണക്കാക്കിയാൽ മതി. അപ്പോൾ വളരെ നന്ദി. താങ്ക് യു.